ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചുകൊണ്ട് UEFA ചാമ്പ്യൻസ് ലീഗിന്റെ 6ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഈ ഘട്ടം ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായകമായ അവസാന പോരാട്ടങ്ങൾക്കും വരും മത്സരങ്ങളിലെ ടീമുകളുടെ സ്ഥാന നിർണയത്തിനും സാക്ഷ്യം വഹിക്കും. എന്നാൽ മത്സരങ്ങൾക്ക് മുന്നോടിയായി കായിക ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളും അവരുടെ സൂപ്പർ താരം മുഹമ്മദ് സലായും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ്. ഈജിപ്ഷ്യൻ താരത്തെ ഒഴിവാക്കിയാണ് ലിവർപൂൾ ഇറ്റാലിയൻ കരുത്തരായ ഇന്റർ മിലാനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്ന വാർത്ത ക്ലബിനുള്ളിലെ ആഭ്യന്തര കലഹം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചന നൽകുന്നു. ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിനായി ഇറ്റാലിയൻ മണ്ണിലേക്ക് പറക്കുന്ന ലിവർപൂൾ നിരയിൽ മുഹമ്മദ് സലായുടെ അഭാവം ഏറെ ശ്രദ്ധേയമാണ്. ടീം മാനേജ്മെന്റിനും പരിശീലകൻ അർനെ സ്ലോട്ടിനുമെതിരെ സല പരസ്യമായി രൂക്ഷ വിമർശനം ഉന്നയിച്ചതായാണ് ഈ നാടകീയ തീരുമാനത്തിന് പിന്നിലുള്ളത്. സമീപകാലത്തായി ലിവർപൂൾ ടീമിനുള്ളിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയിരിക്കുന്നു എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ 3 മാസങ്ങളിൽ കോച്ച് സലായെ പുറത്തിരുത്തിയിരുന്നു. തന്നെ പോലൊരു ലോകോത്തര കളിക്കാരനോട് പരിശീലകൻ കാണിച്ച അവഗണനയിൽ പ്രകോപിതനായ സല കോച്ചിനും ക്ലബിനുമെതിരെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ സലായെ പോലെ ഒരു കളിക്കാരനെ പ്രധാന മത്സരങ്ങളിൽ ബെഞ്ചിലിരുത്താനുള്ള കോച്ചിന്റെ തീരുമാനത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ സല തന്നെ പ്രതികരിച്ചതോടെ ക്ലബിനുള്ളിലെ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വന്നു. ഇന്റർ മിലാനെതിരായ നിർണായക മത്സരത്തിൽ നിന്ന് സലായെ ഒഴിവാക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനം സലായും ലിവർപൂളും തമ്മിൽ കൂടുതൽ അകലുമെന്ന് ഉറപ്പിക്കുന്ന നടപടിയാണ്. നിലവിലെ കരാർ സാഹചര്യങ്ങളും താരത്തിന്റെ അതൃപ്തിയും കണക്കിലെടുക്കുമ്പോൾ അടുത്ത ട്രാൻസ്ഫർ ജാലകത്തിൽ സല ലിവർപൂൾ വിടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇറ്റാലിയൻ ക്ലബായ ഇന്റർ മിലാനെ അവരുടെ സ്വന്തം മൈതാനത്തിലാണ് ലിവർപൂൾ നേരിടുന്നത്. യൂറോപ്യൻ ഫുട്ബോളിലെ 2 വമ്പന്മാർ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ രാത്രി 1:30 ആരംഭിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇരു ടീമുകൾക്കും ഇത് നിർണായകമായ ഒരു മത്സരമാണ്. പോയിന്റിന്റെ നില പരിശോധിക്കുമ്പോൾ 5 കളികളിൽ 3 വിജയങ്ങൾ നേടിയ ലിവർപൂൾ 9 പോയിന്റുമായി നിലവിൽ ഗ്രൂപ്പിൽ 3ാം സ്ഥാനത്താണ്. ലീഗിൽ തങ്ങളുടെ ആധിപത്യം വീണ്ടെടുക്കാൻ ലിവർപൂളിന് ഈ മത്സരത്തിലെ വിജയം അനിവാര്യവുമാണ്. മറുവശത്ത് മികച്ച ഫോമിലുള്ള ഇന്റർ മിലാൻ 12 പോയിന്റുകളുമായി ഗ്രൂപ്പിൽ 4ാം സ്ഥാനത്തുണ്ട്. അവസാന മത്സരത്തിൽ മാത്രം പരാജയപ്പെട്ട ഇന്റർ മിലാൻ ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യത്തിൽ ലിവർപൂളിനെതിരെ വിജയം ലക്ഷ്യമിടുന്നു. സലായുടെ അഭാവം ലിവർപൂളിന് വലിയ വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. മറ്റ് പ്രധാന മത്സരങ്ങൾ ഇവയാണ്. അതായത് ബാഴ്സലോണയും ബയേൺ മ്യൂണിക്കും കളത്തിൽ ചാമ്പ്യൻസ് ലീഗിന്റെ 6ാം റൗണ്ടിൽ മറ്റ് പ്രധാന മത്സരങ്ങളും ഇന്ന് നടക്കുകയും ചെയ്യും. സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സലോണ ഇന്ന് ജർമ്മൻ ക്ലബായ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെയാണ് നേരിടുന്നത്. ബാഴ്സലോണയ്ക്ക് ഈ മത്സരം നില മെച്ചപ്പെടുത്താൻ അത്യാവശ്യമാണ്. നിലവിൽ 7 പോയിന്റുമായി 18ാം സ്ഥാനത്താണ് ബാഴ്സലോണ. ലീഗിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനും മുകളിലേക്ക് കയറാനും അവർക്ക് വിജയം അനിവാര്യമാണ്. എന്നാൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടർ ഒരു കളിയിൽ മാത്രം ജയിച്ച് 28ാം സ്ഥാനത്താണ്. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിലോ ന്യൂട്രൽ വേദിയിലോ നടക്കുന്ന ഈ മത്സരം ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളതാണ്. മെസ്സിക്ക് ശേഷമുള്ള ബാഴ്സയുടെ പ്രകടനം യൂറോപ്യൻ തലത്തിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്ന വിമർശനങ്ങൾക്കിടയിൽ ഈ വിജയവും അവർക്കും അനിവാര്യമാണ്. പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസിയും ഇറ്റാലിയൻ ക്ലബായ അറ്റലാന്റയും തമ്മിലാണ് മറ്റൊരു ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത്. അടുത്തിടെയായി ചെൽസിയിൽ പരിശീലക മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ചാമ്പ്യൻസ് ലീഗിലെ അവരുടെ പ്രകടനം നിർണായകമാകും. അറ്റലാന്റയുടെ കടുപ്പമേറിയ പ്രതിരോധത്തെ മറികടക്കാൻ ചെൽസി ആക്രമണ നിരയ്ക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം. ഗ്രൂപ്പ് ഘട്ടത്തിൽ അപ്രതീക്ഷിത കുതിപ്പ് നടത്തിയ ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക് പോർച്ചുഗൽ ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബണെയാണ് ഇന്ന് നേരിടുന്നത്. ബയേൺ മ്യൂണിക്കിന്റെ ആധിപത്യം ഈ സീസണിൽ ശ്രദ്ധേയമായിരുന്നു. 4 കളിയും ജയിച്ച് പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത്. ഈ സ്ഥിരത നിലനിർത്താൻ ബയേൺ ശ്രമിക്കുമ്പോൾ സ്പോർട്ടിംഗ് ലിസ്ബൺ ഒരു അട്ടിമറിക്കായി ശ്രമിക്കുകയും ചെയ്യും. ബയേൺ മ്യൂണിക്കിന്റെ അതിശക്തമായ ആക്രമണങ്ങൾ തടുക്കാൻ ലിസ്ബൺ പ്രതിരോധത്തിന് എത്രത്തോളം സാധിക്കുമെന്ന് ഈ മത്സരം തെളിയിക്കും. UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഈ 6ാം റൗണ്ട് മത്സരങ്ങൾ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുന്നതോടെ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കാനുള്ള ടീമുകളെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുകയും ചെയ്യും. ലിവർപൂൾ ക്യാമ്പിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റ് വമ്പൻ ക്ലബ്ബുകളുടെ പോരാട്ടങ്ങളും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർത്തുമെന്നതിലും സംശയമില്ല.